ഫ്രണ്ട്സ്, വെൽക്കം ടു കണ്ണാസ് കിച്ചൻ. നമ്മൾ ഇന്നിവിടെ പുതിയൊരു വിഭവമായിട്ടാണ് വന്നിരിക്കുന്നത്. വൈറ്റ് കോളിഫ്ലവർ മസാല. ഇത് നമുക്ക് നോർമലി ചപ്പാത്തിയുടെ കൂടെ, റൊട്ടിയുടെ കൂടെ, റൈസിന്റെ കൂടെ നമുക്ക് ഉപയോഗിക്കാം. അതെങ്ങനെ ഉണ്ടാക്കണ്ടേന്ന് നമുക്ക് നോക്കാം. 300 ഗ്രാം കോളിഫ്ലവർ ഈ ഒരു പരുവത്തിൽ മുറിച്ചത്, ചെറിയ ജീരകം 1/2 ടീസ്പൂൺ, ഉണക്കമുളക് 3 എണ്ണം, ഏലക്കായ 3 എണ്ണം, കരയാമ്പൂ ഒരു 6 എണ്ണം, വെളുത്തുള്ളി 4 അല്ലി, ഇഞ്ചി ഒരു ചെറിയ പീസ് ഈ ഒരു ടൈപ്പ്, പച്ചമുളക് 2 എണ്ണം, കാഷ്യൂ നട്ട് ഒരു 15 എണ്ണം സോക്ക് ചെയ്ത് വെച്ചത്, തൈര് ഒരു 1/2 കപ്പ്, കസകസ 1/2 ടീസ്പൂൺ, അത് വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ട്, മല്ലിയുടെ ഇല ഒരു 1/2 കപ്പ്, ഉപ്പ് ആവശ്യത്തിന്, ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞത്, കടുക് 1 സ്പൂൺ, സവോള, കസകസ്, ഉണക്കമുളക്, ജീരകം, കാഷ്യൂ നട്ട്, ചെറിയ വെളുത്തുള്ളി, ഇഞ്ചി, കറിയാമ്പൂ, ഏലക്കായ. ഇത്രയും നമുക്ക് മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തിട്ട് ഈ ഒരു പരുവത്തിൽ അരച്ചെടുക്കണം. ഇപ്പം നമ്മുടെ അരപ്പായിട്ടുണ്ട്. ഇനി നമുക്കിത് കോളിഫ്ലവറിൽ മാഗ്നേറ്റ് ചെയ്ത് വെക്കാം ഒരു 10-15 മിനിറ്റ് വിത്ത് തൈരും കൂട്ടിയിട്ട്. ഒരു 1/2 കപ്പ് തൈര് നമ്മൾ എടുത്തിട്ടില്ലേ, അതിൽ ഒരു കുറച്ച് തൈര് എടുത്തിട്ട് മാഗ്നേറ്റ് ചെയ്ത് വയ്ക്കാം. നന്നായി മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ തൈര് നമ്മുടെ കോളിഫ്ലവറിൻ്റെ അനുസരിച്ചിട്ട് യൂസ് ചെയ്യും. കുറച്ച് കോളിഫ്ലവറാണെങ്കിൽ 1/2 കപ്പിൻ്റെ പകുതി തൈര് എടുത്താൽ മതി. 300 ഗ്രാമിന് ഞാനിപ്പോൾ ഈ ഫുൾ കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ പാനിൽ 3 സ്പൂൺ എണ്ണ ഒഴിച്ച് അതിൽ കുറച്ച് കടുക് ഇട്ടിട്ടുണ്ട്. അതൊന്ന് പൊട്ടി വരട്ടെ. അതിനുശേഷം നമുക്ക് നമ്മളുടെ മുളകിടാം, പച്ചമുളക്. അതും നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. അതിനുശേഷം കറിവേപ്പില, പച്ചമുളകിന്റെയും ആ ഒരു പച്ചക്കുത്ത് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇടാം. കോളിഫ്ലവർ ഇട്ടിട്ട് കുറച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് ഇളക്കിയിട്ട് നമ്മളിപ്പോൾ ഉപ്പിടണില്ല. ഉപ്പിടാണ്ട് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. നമ്മുടെ കോളിഫ്ലവർ ഏകദേശം ഒരു വേവായിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പിടാം. ഇതിൽ ഉപ്പിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി ഒന്ന് കോളിഫ്ലവറിൽ ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മൂടി വയ്ക്കാം. വൈറ്റ് കോളിഫ്ലവർ മസാല കറി ആയിട്ടുണ്ട്. ഇത് നമ്മുടെ ചപ്പാത്തിയുടെ കൂടെ, റൊട്ടിയുടെ കൂടെ, ചോറിൻ്റെ കൂടെ, എന്തിൻ്റെയും കൂടെയും കൂടിയിട്ട് ഇടാം. ലാസ്റ്റ് നമുക്ക് അല്പം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയുടെ ഇല ഇടാം. മല്ലിയുടെ ഇല ഇട്ടിട്ട് അധികം വേവിക്കണ്ട, നമ്മൾ തീ ഓഫ് ചെയ്യാണ്. അങ്ങനെ നമ്മുടെ വൈറ്റ് കോളിഫ്ലവർ കറി, മസാല കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. വളരെ നല്ലൊരു ടേസ്റ്റി കറിയാണിത്. നമുക്കിത് നോർമലി ചപ്പാത്തി, റൊട്ടി, റൈസ് ഇതിൻ്റെ കൂടെ എല്ലാം നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങളെല്ലാവരും പ്ലീസ് ട്രൈ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഞങ്ങളെ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.